എങ്ങനെയാണ് നമ്മുടെ സമ്മേളന പന്തൽ ഉണ്ടാവുക എന്നതിൻ്റെ ഒരു രൂപം ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പോവാണ്. ബഹുമാനനായ MT ഉസ്താദ് അവർകൾ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ പിറകിൽ നമുക്ക് കാണാം ഒരു കർട്ടൻ. ആ കർട്ടൻ നീക്കി കഴിഞ്ഞാൽ ഈ സമ്മേളനത്തിൻ്റെ ഒരു മിനിയേച്ചർ എങ്ങനെയായിരിക്കും എന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ക്യാമ്പ് നീ കബൂൽ ചെയ്യണമേ. ഈ ക്യാമ്പിൻ്റെ മിനിയേച്ചറാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഈ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടാവുക, പന്തൽ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 33,313 അംഗങ്ങളായിരിക്കും ക്യാമ്പ് സൈറ്റിലുണ്ടാവുക. അത് MT ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, ഇതിൻ്റെ എൻജിനീയറുടെ നേതൃത്വത്തിലൊക്കെ ഇത് വിലയിരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ രൂപം എന്നൊക്കെ നമുക്ക് ഉസ്താദിനോടൊന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട എൻജിനീയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ക്യാമ്പ് സൈറ്റ് എന്ന പേരിൽ ഇവിടെ ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റ രീതിയിൽ നോക്കുമ്പോൾ ഒരു 3 വലിയ പന്തൽ, അതിന് വലിയ ഒരു കമാനം, അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, മറ്റു കമാനങ്ങൾ, അങ്ങനെ തുടങ്ങി വലിയ ഒരു സംവിധാനം തന്നെ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉസ്താദ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിൻ്റെ അഥവാ 33,313 അംഗങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു ചെറിയ സംവിധാനം പോരാ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കമാനങ്ങൾ, സ്തൂപങ്ങൾ, കമാനങ്ങൾ, അങ്ങനെ തുടങ്ങി പവലിയനുകൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാഴ്ചകളും മനോഹാരിതമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതെങ്ങനെ വരും? ഇതിപ്പോൾ നമ്മുടെ ഒരു മിനിയേച്ചർ ആണ്. പക്ഷേ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് അറിയുന്ന ഇതിൻ്റെ ഈ കൺസൾട്ടൻസി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനീഷ് സാർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഓരോന്നും നമുക്ക് ഇത് എത്ര പേർക്ക് ഈ പന്തലിൽ എത്ര സൗകര്യമുണ്ട്, എങ്ങനെ ഈ പന്തലിൻ്റെ മെറ്റീരിയലുകൾ എന്താണ്, നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. ഈ പന്തൽ വരുന്നത് ഈ ഏരിയ ടോട്ടലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻട്രി കടന്നു വന്നു കഴിഞ്ഞാൽ കടന്നു വരുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള 20 പോയിന്റുകൾ രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ കാണുന്നത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. ഇതുവഴിയാണ് ആളുകളൊക്കെ കടക്കുക. ഒരു കവാടാണോ ഉള്ളത്? ഒറ്റ എൻട്രിയാണ് ഫസ്റ്റിലേ ഉള്ളത്. ഇനി ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാനായിട്ട് ഒരു സിംഗിൾ എൻട്രി ഉള്ളത്. അത് കടന്നു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോളിലേക്ക് കയറാനായിട്ട് 10 എൻട്രി ഉണ്ടാവും. 10 എൻട്രി. അവിടുന്ന് QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അവിടെ അറിയാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 33,313 ആൾക്കാർക്ക് ഇരിക്കാനും നമസ്കരിക്കാനും അവർക്ക് കിടന്നുറങ്ങാനുമുള്ള ഫെസിലിറ്റിയാണ് നമ്മളിതിൽ കണ്ടിരിക്കുന്നത്. അത് അവർക്ക് മാക്സിമം സ്പേസ് ആയിട്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ നമ്മൾ കുറച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിലാണ് കണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഭക്ഷണ പന്തൽ ഇതാണ്. ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. കിച്ചണാണ്. അവർക്ക് ഭക്ഷണം ഇവിടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെ ആ സമയത്ത് അവർ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കും. ഇവർക്കെല്ലാം നമ്മൾ ക്യാമ്പ് സൈറ്റിൽ പോയിട്ടാണോ ഭക്ഷണം കഴിക്കുക? അല്ല, ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിക്കും. അവർക്ക് ഇരിക്കുന്ന ഓരോ സീറ്റിലേക്കും അവർക്ക് ഫുഡ് എത്തിക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ വരുന്ന എല്ലാവർക്കും ടോയ്ലറ്റ് പോകാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾക്കായി 650 ടോയ്ലറ്റുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 650 ടോയ്ലറ്റ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓട്ടോമേഷൻ ചെയ്തിട്ട് പക്ക പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഒതു എടുക്കാനുള്ള സൗകര്യം 2 സൈഡിലുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. 1000 പേർക്ക് അറ്റ് എ ടൈം ഒതു എടുക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും നമസ്കാരം നിർവഹിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഫസ്റ്റ് എയ്ഡിനായിട്ടൊരു ഹോസ്പിറ്റലും പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള സജ്ജീകരണങ്ങളും അതിനൊപ്പം തന്നെ ഒരു 10 പേർക്ക് കിടന്ന് ഇത് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഹോസ്പിറ്റലും കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോളുകൾ കാണുന്നുണ്ട്. അതേപോലെ
അതേപോലെ ക്ലോക്ക് റൂമുകൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് ഇത് നമ്മൾ സംവിധാനിക്കുന്നത്? ഇത് മൊത്തം വരുന്നത് 35 ഏക്കർ സ്ഥലമാണ് ഇത് മൊത്തത്തിലുള്ളത്. നമ്മൾ ടോട്ടൽ പന്തലേരിയ വരുന്നത് 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് പന്തലേരിയ തന്നെ വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ഇത് ഏരിയ അല്ല, ടോട്ടലായിട്ട് പന്തലേരിയ വരുന്നത് 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്നത്. കിച്ചൺ ഫെസിലിറ്റി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ 5 ഏക്കർ സ്ഥലം നമ്മൾ അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കാണ്. അതിൽ ഫുഡ് ഉണ്ടാക്കലും കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യം നമുക്ക് ക്യാമ്പിൽ അവർക്ക് ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ്. അവർ ഇരിക്കുന്നിടത്തുനിന്ന് മൂവ് ചെയ്യാത്ത രീതിയിലുള്ള ടൈം ഷെഡ്യൂളാണ് നമ്മൾ പ്രോഗ്രാമിന് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ് നമ്മൾ ഒരു കൗതുകം, നമ്മൾ എന്താണ് ഇത് കൗതുകം മാത്രമല്ല, നമ്മൾ ഇതിൽ കൊട്ടേഷൻ ക്ഷണിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇതിന് പിന്നെ പന്തൽ, ഡെക്കറേഷൻ, അതുപോലെ സൗണ്ട് സിസ്റ്റമുള്ള ടീമുണ്ട്. ആ ടീം കൊട്ടേഷൻ ക്ഷണിച്ചു. അങ്ങനെ 15 പേര് കൊട്ടേഷൻ വാങ്ങി. അതിൽ 12 പേരാണ് കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തത്. ഈ കൊട്ടേഷനിൽ കോമ്പറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അനീഷ് ഭായിയുടെ ടീം അടക്കമുള്ള ടീം ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ആസൂത്രണ രൂപത്തിലാണ് ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വേ എന്ന് പറയുന്നത് ഈ ക്യാമ്പിലേക്ക് വരാൻ നമുക്ക് 4-5 റോഡ് വേ സെപ്പറേറ്റ്, വരാനും പോകാനും സെപ്പറേറ്റ് റോഡുകളുണ്ട്. അത്രയും വളരെ സിമ്പിളായി എത്തിപ്പെടാനും തിരിച്ചു പോകാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ക്യാമ്പ് നിലകൊള്ളാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ നടന്ന് വളരെയധികം ബാർഗനിങ് നടന്ന് ഏതാണ്ട് എത്ര അനീഷ് ഭായി ഒരു 5-10 സിറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും ബാർഗനിങ്ങിലൂടെ. അങ്ങനെ 12 ടീമിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ബാർഗൻ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഈ അനീഷ്. അതിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റിയും ഇവിടെ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കുക, ഒരു അത്ഭുതം ഉണ്ടാകും. ക്വാളിറ്റിയുടെ മാത്രമല്ല, ഈ വർക്കിന് ഞാൻ കണ്ട ഒരു ഔട്ട്പുട്ട് എന്താ വെച്ചാൽ, നമ്മുടെ ആയുസിൽ ഇനി ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. 100 വർഷം എന്ന് പറയുന്നത് ഇനി അടുത്ത 100 വർഷം വരണമെങ്കിൽ നമ്മൾ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ആയുസിൽ നടക്കുന്ന ഏറ്റവും വലിയ പരിപാടി അത് മാക്സിമം നന്നാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പൈസൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആയുസിൽ നടക്കുന്ന പരിപാടി അത് ഏറ്റവും ഭംഗിയായി നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ എല്ലാവരുടെയും കൂടെ പ്രയത്നത്തോടെ നടക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായിരുന്നാലും അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൽ തന്നെ നമ്മൾ ഒരുപാട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും ആ ഒരു നൂറ്റാണ്ടിലെ ഒരു ഭാഗ്യവാൻ എന്ന നിലയിൽ താങ്കളുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ സർവശക്തൻ എല്ലാ അനുഗ്രഹവും താങ്കൾക്ക് ചൊരിയട്ടെ. ആമീൻ. ഓക്കെ.